ഫൗൾ പ്ലേ കളിച്ചതിൽ ആര് മുന്നിലെന്നാണ് ചോദ്യം. വി ടി ബൽറാം നേരത്തെ ചോദിച്ച മറുപടി. നാദാപുരം മുറിവുണങ്ങി വരുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ പ്രചരണം ഏത് മുന്നണികൾ നടത്തിയാലും അത് അപകടകരമാണ്. അവിടെയാണ് കാഫിർ പോലുള്ള പ്രയോഗങ്ങൾ. അത് വ്യാജ പ്രചരണമാണെന്ന് തന്നെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞവരെ നമ്മൾ തള്ളിപ്പറയേണ്ടതല്ലേ? അപ്പൊ അരുണിന്റെ ആർഗ്യുമെന്റ്സിന്റെ ആ യുക്തിയില്ലായ്മ ഒന്ന് പറഞ്ഞു നോക്കൂ. കാരണം അരുൺ തന്നെ പറയുന്നു കാഫിർ എന്ന് പറയുന്ന പ്രയോഗം അടിസ്ഥാനമുള്ളതാണ് എന്ന് അരുണിന് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് ഈ ഘട്ടം വരെ. പക്ഷേ LDFന്റെ സ്ഥാനാർത്ഥി അത് നേരെ ഷാഫി പറമ്പിലിന്റെ അവിടുത്തെ പ്രശ്നം. ഈ ക്യാമ്പയിന്റെ തുടക്കം തൊട്ട് LDFന്റെ സ്ഥാനാർത്ഥി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. അവർക്കെതിരെ അശ്ലീല വീഡിയോ ഉണ്ടെന്ന് പറയുന്നു. അശ്ലീല വീഡിയോ എന്ന് തന്നെ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എവിടെയാണ് അശ്ലീല വീഡിയോ എന്ന് ചോദിക്കുമ്പോഴാണ് നിങ്ങൾ ഈ നിലയിലുള്ള മറ്റു തരത്തിൽ അശ്ലീല വീഡിയോ ചോദിക്കുകയാണ് UDFകാർ പരസ്പരം എന്ന നിലയിലുള്ള പ്രചരണങ്ങളിലേക്ക് പോകുന്നത്. മുമ്പ് നമ്മൾ ഒരു തമാശ രൂപത്തിൽ കേട്ടിട്ടുണ്ടല്ലോ, മാർപ്പാപ്പ അമേരിക്കയിൽ പോയി ചെന്ന് ഇറങ്ങിയപ്പോ ഇവിടെ വേശ്യാലയങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഉദാഹരണത്തിന് ആ വ്യാജ കാഫിറുമായി ബന്ധപ്പെട്ട വീഡിയോയുടെ ബെനിഫിഷ്യറി ആരാണ്? നിങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് ഇട്ടത്. മറുപടി പറഞ്ഞേ പറ്റൂ. നിങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് വീഡിയോ ഉണ്ട് എന്ന് പറയുന്നത്. മറുപടി നിങ്ങൾ പറഞ്ഞേ പറ്റൂ. എന്താ നിസ്സാരവൽക്കരിക്കുകയാണോ? ബൽറാം അങ്ങനെ നിസ്സാരവൽക്കരിക്കണ്ട, അത് ശരിയല്ല. നിങ്ങളുടെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഈ വീഡിയോ ഉണ്ട് എന്ന് പറയുന്നത്. ക്ലിപ്പ് കാണണം എന്ന് പറയുന്നത് തോന്നിവാസം പറയാണോ? എന്നിട്ട് പോലുള്ള പ്രയോഗങ്ങൾ നാദാപുരത്തിൽ ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല എന്ന് വി ടി ബൽറാമിന് തിരിച്ചറിയാമല്ലോ. അതിന്റെ ബെനിഫിഷ്യറി ആണെന്ന് കരുതുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് അത് തള്ളി പറഞ്ഞുകൂടെ എന്നതാണ് എന്റെ ചോദ്യം. ഞാൻ പറയട്ടെ, ഒരു കാര്യമില്ലാതിരിക്കുന്ന സമയത്ത് അങ്ങേയറ്റം മോശപ്പെട്ട ഒരു ആരോപണം ഒരു സ്ഥാനാർത്ഥി നേരിട്ട് ഉന്നയിക്കുന്നു. എന്നിട്ട് അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കാണ് എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും അണികൾ പ്രകോപിതരാകും. അതിന്റെ പേരിലുള്ള കമന്റുകളെ കുറിച്ചല്ല. നാദാപുരം പോലെ ഹൈലി സെൻസിറ്റീവായ ഹൈലി കമ്മ്യൂണലായ പോളറൈസ്ഡ് ആയ ഒരു സൊസൈറ്റിയിൽ കാഫിർ പോലെ പ്രയോഗം വരുമ്പോൾ അത് തള്ളിപ്പറയാൻ വ്യാജമാണെങ്കിൽ കൂടി അത് തള്ളിപ്പറയാൻ എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ തെരഞ്ഞെടുപ്പിൽ തയ്യാറാവുന്നത്? ഇങ്ങനെ വീഡിയോ ഉണ്ടെന്ന് ആ സ്ഥാനാർത്ഥി തന്നെ അതിന് പിൻവലിച്ചല്ലോ. പിന്നീട് വീണ്ടും അതിനെ തിരുത്തിക്കൊണ്ട് പാർട്ടി സെക്രട്ടറി വീഡിയോ ഉണ്ടെന്ന് വീണ്ടും പറഞ്ഞല്ലോ. മോശപ്പെട്ട ഒരു ആരോപണം. ഞാൻ പറയട്ടെ, ഈ ഇലക്ഷൻ രംഗത്ത് അണികൾ തമ്മിലുള്ള തർക്കങ്ങൾ മുമ്പ് പലപ്പോഴും പ്രചരണത്തിൽ വരുന്ന നേതാക്കന്മാർ മോശപ്പെട്ട രീതിയിൽ ആരോപണം ഉന്നയിച്ച ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ സമീപകാലത്തുള്ളത് ഈ വടകരയിലാണ്. ആ ആരോപണം ഉന്നയിച്ച ഇവരുടെ സ്ഥാനാർത്ഥി തെറ്റായിട്ടുള്ള അങ്ങേയറ്റം ദുരപതിഷ്ഠമായിട്ടുള്ള വളരെ നിർഭാഗ്യകരമായ പ്രചരണമാണ് വടകരയിൽ സംഭവിച്ചതെന്ന് തന്നെ നമ്മൾ പറയണം. താങ്ക് യു ബൽറാം, താങ്ക് യു SK.